നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം സ്വദേശി നിതിൻ രാജിന്റെ മരണം വളരെയധികം വേദന ഉളവാക്കിയിരിക്കുകയാണ്. ജാതി വിവേചനം അടക്കം ആ കുട്ടി പഠിക്കാൻ പോയെടുത്ത് നേരിട്ടു. ഒരു അധ്യാപകർക്കെതിരെ രൂക്ഷ വിമർശനം വരുന്ന സാഹചര്യം, വളരെ നടുക്കുന്ന വെളിപ്പെടുത്തൽ അവർക്കെതിരെ ഉണ്ടാകുന്ന സാഹചര്യം. എന്തായാലും ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുകയാണ് രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോ കേരളത്തെ ഒന്നടങ്കം നടുക്കിയ മറ്റൊരു വാർത്ത കൂടി. ഇപ്പൊ സിദ്ധാർത്ഥന്റെ വാർത്തയൊക്കെ നമ്മൾ വളരെയധികം വേദനിച്ചതായിരുന്നു, നടുങ്ങിയ വിവരങ്ങളായിരുന്നു. സമാനമായ രീതിയിൽ ഒരു സംഭവമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്നത്. ഒരു ദന്തൽ വിദ്യാർത്ഥി, അധ്യാപകൻ ക്ലാസ് റൂമിലടക്കം ജാതി വിവേചനം നടത്തി, അല്ലെങ്കിൽ ജാതി അത്തരത്തിലുള്ള ജാതി വെറി നേരിടേണ്ടി വന്നു. അധ്യാപകരിൽ നിന്ന് മോശം അനുഭവങ്ങൾ നേരിടേണ്ടി വന്നു. ഒടുവിൽ ഇപ്പോൾ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ആത്മഹത്യ എന്ന് പറയുമ്പോൾ പോലും അതൊരു കൊലപാതകമാണോ എന്ന ചോദ്യം മറുവശത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ നിതിൻ രാജിന്റെ മരണം അത് നടക്കുന്നതായിരിക്കുകയാണ്. അപ്പോ എന്താണ് അങ്ങേക്ക് തോന്നുന്നത് ഈ വിഷയത്തിൽ? വളരെയധികം വേദന എനിക്ക് തോന്നുന്നുണ്ടെന്ന് പറഞ്ഞാൽ, എനിക്ക് സത്യം പറഞ്ഞ അച്ഛന്റെ നെഞ്ചു പൊട്ടിയുള്ള കരച്ചിൽ കണ്ട് ഞാനും കരഞ്ഞു കേട്ടോ. ഞാൻ ഉള്ള കാര്യം തുറന്നു, ഞാൻ സ്വയം കരഞ്ഞു കേട്ടോ. കുറെ ഏറെ നേരം വന്ന ആ കരച്ചിലൊന്നും നിർത്താൻ വളരെ വേദനയുണ്ട്. ഞാൻ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഞാൻ മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാനൊരു വികാരഭരിതനായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ. കഴിഞ്ഞ കുംഭമേളയുടെ സമയത്ത് കേരളത്തിലെ ഒരു മാധ്യമപ്രവർത്തക അവരുടെ പ്രതിവാര പങ്ക്തിയിൽ പറയുകയുണ്ടായി, ഈ കേരളത്തിൽ നിന്ന് പോലും ആളുകൾ കുംഭമേളയിൽ പോയി എന്ന്. ഇപ്പോ അതൊരു വാർത്തയല്ല, അതൊരു വിവരദോഷം മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഈ കേരളത്തിൽ പോലും ജാതിയുടെ പേരിൽ, നിറത്തിന്റെ പേരിൽ വിദ്യാർത്ഥികൾ അവര് വിദ്യാഭ്യാസം ചെയ്യുന്ന പ്രൊഫഷണൽ കോളേജുകളിൽ പോലും വിവേചനത്തിന് വിധേയരാകുന്നു എന്നുള്ളത്, അതാണ് നമ്മളെ നടുക്കേണ്ടത്, നമ്മളെ കരയിപ്പിക്കേണ്ടത്. നിസ്സഹായരാണ് നമ്മൾ. അഞ്ചരക്കണ്ടിയിലെ ഈ ഡെന്റൽ കോളേജ് നോക്കൂ, എത്ര ഭീമാകാരമായിട്ടുള്ളൊരു കോളേജ്. വെള്ള പൂശിയ ശവക്കല്ലറയല്ലേ ഇത് വാസ്തവത്തിൽ. പൂക്കോട്ട് നമ്മൾ ഈ പറഞ്ഞ അതുപോലെ തന്നെ സിദ്ധാർത്ഥൻ, അവനെ റാഗിങ്ങിന് വിധേയനാക്കിയ ക്രൂരത വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ മറ്റു വിദ്യാർത്ഥികൾ സജീവത നഷ്ടപ്പെട്ടവരായി, ചൈതന്യരഹിതരായി, കാഴ്ചക്കാരായിട്ട് നിന്നു. ആൻഡ്രോക്ലീസിനെ റോമിൽ സിംഹത്തിന്റെ കൂട്ടിലിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കാഴ്ചക്കാരായിട്ട് നിന്നതുപോലെ, അല്ലെങ്കിൽ ഗ്ലാഡിയേറ്റർമാർ തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ കാഴ്ചക്കാരായിട്ട് നിന്ന പ്രഭുക്കന്മാര് കൈയടിച്ചതുപോലെ ഈ വിദ്യാർത്ഥികൾ നിന്നു. നിങ്ങളുടെ ഉള്ളിലുള്ളത് ഉറവ പറ്റിയ മനുഷ്യത്വങ്ങളാണ്. എനിക്ക് മനസ്സിലാവാൻ ചോദിക്കൂ, ഒരൊറ്റ ആൾക്കെങ്കിലും അതൊന്ന് ചോദ്യം ചെയ്യാനുള്ള ധൈര്യം ഇല്ല എന്ന് പറഞ്ഞ എന്തൊരു വ്യവസ്ഥിതിയിലാണ് നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നത്. അത് നമ്മളെ നടുക്കിയെങ്കിൽ ഇന്ന് നമ്മളെ കരയിപ്പിക്കുകയാണ്. ആ ജോലി ചെയ്ത് അധ്വാനം എന്ന് പറയുന്ന മഹത്തായ ഒന്നാണ്. അധ്വാനത്തിന്റെ മഹത്വമാണ് കാൾ മാർക്സും ഏംഗൽസും നമ്മുടെ EMS നമ്പൂതിരിപ്പാട്, തൊഴിലാളി വർഗത്തിന്റെ ദത്തുപുത്രനാണെന്ന് അവകാശപ്പെടുന്ന EMSഉം ഒക്കെ നായകത്വം നൽകിയ ഒരു സംസ്ഥാനത്ത് ഒരു ദളിത വിദ്യാർത്ഥിയെ അപഹസിക്കുകയും അവനെ കളിയാക്കുകയും ചെയ്യാൻ ധൈര്യം കാണിച്ച അധ്യാപകൻ, അവൻ സാമൂഹിക വിചാരണ അർഹിക്കുന്നു. സോഷ്യൽ ഓഡിറ്റ് എന്ന് പറയുന്ന പോലെ ഇത്തരം വ്യക്തികൾ സാമൂഹിക വിചാരണ അർഹിക്കുന്നവരാണ്. ഒരു സംശയം വേണ്ട. അഞ്ചരക്കണ്ടിയിലെ ഒരു ഡോക്ടർ HT റാം എന്നാണ് ഞാൻ പേര് മനസ്സിലാക്കുന്നത്. HT റാം എന്ന് പറയുന്ന ഫാക്കൽറ്റി, അതുപോലെ സംഗീത നമ്പ്യാർ എന്ന് പറയുന്ന ഫാക്കൽറ്റി, ഇവർ രണ്ടും കൂടിയാണ്, ഒരു അധ്യാപിക ഉണ്ടെന്ന് പറയുന്നു, എനിക്ക് പേരറിയില്ല, ആ ക്രൂരമായിട്ടുള്ള മനുഷ്യഹത്യ അവിടെ നടത്തിയത്, ഇവനെ വേട്ടയാടിയത്. ഇവന്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ട്, ഈ എന്തൊരു കൂട്ടുകാരവരെ ഒറ്റയാളും പ്രതികരിച്ചില്ല പോലും. എല്ലാവർക്കും ഓരോരുടെ കാര്യം എന്ന് പറയുന്ന ഒരു ജൻസിയിലേക്കാണ് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ കാലത്തൊന്നും അങ്ങനെയല്ല, ഒരു കൂട്ടായ്മ ഉണ്ടാവുമായിരുന്നു, ഒരു സ്നേഹം ഉണ്ടാകുമായിരുന്നു. അവനെ സ്ലം ഡോഗ് എന്ന് വിളിച്ചു പോലും, തെരുവു നായെന്ന്. ഇവൻ ആരാ ഇത് വിളിക്കാൻ? ഈ അധ്യാപകൻ ഗുരു എന്ന് പറയുന്നവൻ ഇവനെ ഗുരുവെന്ന് വിളിക്കാൻ യോഗ്യനാണോ? അവനെ സസ്പെൻഡ് ചെയ്തു പോലും. സസ്പെൻഡ് അല്ല അവനെ ചെയ്യണ്ടേ. ഇനി ജന്മത്ത് അവനൊരു അധ്യാപക വൃത്തി നിർവഹിക്കാൻ കഴിയരുത്. അതുപോലെയാക്കണം. സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ട വ്യക്തിയാണ് അവൻ.
ഇവൻ ഈ കാലം മാറിയൊന്നും അറിഞ്ഞില്ല. ജാതിയുടെ പേര്, നിറത്തിന്റെ പേര്. നിറമോ? നിറം. അവനെ കണ്ടു കഴിഞ്ഞാൽ അവന്റെ ഫോട്ടോ എത്ര ഹാൻസം ആയിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അവനെ നിർവീര്യനാക്കിക്കൊണ്ട് അവന്റെ ആത്മവിശ്വാസങ്ങളെല്ലാം തകർത്ത് അവനെ ഡിപ്രഷനിലേക്ക് നയിച്ചുകൊണ്ടായിരിക്കുമല്ലോ അവൻ ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ ചെയ്തത്. അല്ലെങ്കിൽ ഈ ക്രൂരനായിട്ടുള്ള അധ്യാപകൻ A.T. റാം ഒരു പക്ഷെ അവനെ പിടിച്ചുള്ള ആയിരിക്കാം. കാരണം ഇത്ര ക്രൂരമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു വിദ്യാർത്ഥിയുടെ മനസ്സിനെ തകർക്കാൻ ശക്തിയുള്ള ഒരു അധ്യാപകൻ അവനെ പിടിച്ചു തള്ളിയിടാനും ക്രൂരതയുള്ള മനസ്സിന്റെ ഉടമയായിരിക്കും. പിന്നെ ചില അധ്യാപകരെ കണ്ടിട്ടുണ്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലും. അവിടെ നല്ല സുന്ദരികളായിട്ടുള്ള വനിതാ അധ്യാപകരുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വിദ്യാർത്ഥികളുടെ മേൽ മെക്കിട്ട് കയറുന്ന ഒരു സ്വഭാവം അങ്ങനെയുണ്ട്. എൻ്റെ ഒരു അധ്യാപകൻ തന്നെ ഞാൻ പറയാം. എൻ്റെ കോളേജിൽ പ്രീഡിഗ്രിക്ക് പഠിക്കും ഒരു ചെറിയ അനുഭവം പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. പ്രീഡിസി എന്നാണ് പറയുന്നത്. പ്രീഡിഗ്രിക്ക് പഠിക്കുന്ന കാലത്ത് എൻ്റെ അച്ഛൻ വന്ന് വിളിച്ചു. എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഒരു ഗുരു, ഏറ്റവും വലിയ ഗുരു അച്ഛനാണ്. അച്ഛൻ വന്ന് വിളിച്ചപ്പോൾ ഞാൻ ഇറങ്ങിപ്പോയത് ഈ അധ്യാപകൻ ഇഷ്ടപ്പെട്ടില്ല. ഞാനും ഇല്ലല്ലോ. ആ പരുവം നോക്കി നല്ല പെൺകുട്ടികളും ഒക്കെയുള്ള ഒരു ക്ലാസ് മുറിയാണ്. അവിടെ ഇരുന്ന് ബാക്കിയുള്ള സമയം 1 മണിക്കൂറിന്റെ ശേഷം ഭാഗം മുഴുവൻ അദ്ദേഹം എന്നെ ഇങ്ങനെ വേട്ടയാടിക്കും. ഞാൻ കേട്ടില്ല, ഞാനില്ലാത്ത അവസരം കൂടിയാണല്ലോ. എന്നെ ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ അധ്യാപകൻ. കാരണം ഇങ്ങനെ വിളിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിവരമില്ല, വിവരം എന്ന് പറയുന്നത് സിലബസിലില്ല. ഇതൊക്കെയായിരുന്നു എന്റെ ഉദീരണം. പക്ഷേ ഞാൻ അച്ഛൻ വന്ന് വിളിക്കുന്നത് ഞാൻ അനുസരിക്കുക എന്ന് പറയുന്നത് ഒരു വിവരദോഷമാണെന്ന് ഇന്നും വിശ്വസിക്കുന്നില്ല. ഈ അധ്യാപകൻ ക്ലാസ് എടുക്കേണ്ടതിന് വരെ വിവരത്തിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന്റെയാ, എന്നെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതിന്റെയാ, അങ്ങനെ ചില സ്വഭാവങ്ങളുള്ള ആൾക്കാരുണ്ട്. ഇവരൊന്നും ഈ അധ്യാപക വൃത്തി നടത്താൻ യോഗ്യരല്ല, അല്ലെങ്കിൽ അവർ നടത്തുന്ന അധ്യാപക വൃത്തികരാണ്, ഒരു സംശയമില്ലത്. അങ്ങനെ നടക്കുന്ന വൃത്തികർ അവരെ മനഃശാസ്ത്രം പഠിപ്പിക്കണം, ക്ലാസ് എങ്ങനെ കൈകാര്യം ചെയ്യണം, കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഇത് പഠിപ്പിക്കണം. അതുപോലെ തന്നെ ഓരോ കോളേജിലും കൗൺസിലിംഗ് സെന്റർ ഉണ്ടാവണം. ഇവനൊരു മനോവേദന വരുമ്പോൾ അതിന്റെ ഫലമായിട്ട് ആത്മഹത്യയിലേക്ക് നയിക്കുകയല്ല, അവനെ കൗൺസിൽ ചെയ്ത് മെന്റർമാരുണ്ടായിരിക്കും. ഈ അധ്യാപകനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ടുള്ള സൈക്കോളജിസ്റ്റുകൾ അല്ലെങ്കിൽ കൗൺസിലർമാർ ഓരോ കോളേജിലും ഉണ്ടാവണം. പൂക്കോടിൽ നിന്ന് നമ്മളൊന്നും പഠിച്ചിട്ടില്ല, ഒട്ടും മുന്നോട്ടും പോയിട്ടില്ല. ഇത് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ആ നെഞ്ച് പൊട്ടിക്കൊണ്ടുള്ള ആ അച്ഛന്റെ വിലപിക്കൽ. അച്ഛൻ ഒരിക്കൽ വിളിച്ചു പോലും HODയെ വിളിച്ചപ്പോ താൻ എന്നെ ഇനി മേലാ വിളിക്കുന്നത്, താൻ വെറും ഒരു കൂലിപ്പണിക്കാരനാണ്. ഞാനാരാ? ഞാൻ ഡെന്റൽ സർജനാണ്, തനിക്ക് വിളിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു ഇയാളെ അവഹേളിച്ചു. ഈ പാവമായതുകൊണ്ട് ഇനി മേലാ ഞാൻ വിളിക്കത്തില്ലെന്ന് പറഞ്ഞ അയാൾ കരഞ്ഞു. ഈ ഇന്ത്യ മഹാരാജ്യത്ത് ദളിതരുടെ സംരക്ഷണം നമ്മുടെ ഭരണഘടന ഉറപ്പാക്കിയിരിക്കുന്ന, അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിഗ്നിറ്റി ഓഫ് ലൈഫ്. ഇത് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതുണ്ടാവണം. മനുഷ്യന്റെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകണം. ഏത് ജാതിയിൽപ്പെട്ടാലും എത്ര പണമില്ലാത്തവനായാലും. ആ അന്താരാഷ്ട്ര നിയമങ്ങൾ എവിടെ പോകുന്നു? അതുപോലെ ഇന്ത്യൻ ഭരണഘടന ലിവിങ് വിത്ത് ഡിഗ്നിറ്റി പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ഒന്നാണ്. അന്തസ്സോടെ ജീവിക്കുക. ഇവന്റെ അന്തസ്സിനെ ഹനിക്കുന്ന നിറത്തിന്റെ പേരിൽ, ജാതിയുടെ പേരിൽ, സ്ഥാനത്തിന്റെ പേരിൽ ഇവനെ വേട്ടയാടിയ അധ്യാപകരെ ആ നമ്മുടെ അധ്യാപക സമൂഹത്തിൽ അത്തരം വിഷവിത്തുകൾ ഇനിയും ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അത്തരം ആളുകളെ ഫിൽട്ടർ ചെയ്ത് വേണം അധ്യാപക വൃത്തിക്ക് ആളെ നിയമിക്കാൻ എന്നുള്ള ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇതുപോലെ ചങ്കു വിളർക്കുന്ന ഒരു അസമീ സിനിമയുണ്ട്. അവിടെ നാട്ടുകാരെല്ലാം കൂടെ കൂടിക്കാണ്. ഒരാൾ പോവുക, അവൻ പണമില്ലാത്തവനാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പോൾ അവൻ ചങ്കു പൊട്ടി പറയും എനിക്ക് പണമുണ്ട് എന്ന് പറഞ്ഞ് അവൻ ചങ്കു പൊട്ടി പറയും. ഈ പണമില്ലാത്തത് ഇവന്റെ കുറ്റമാണോ? അവന് അവസരം കിട്ടാത്തതുകൊണ്ട് പണമില്ലാത്തവനായി. മറ്റേ ആ ദുഷ്ടന് ഞാൻ പിണറായി ഉപയോഗിച്ച വാക്ക് തന്നെ ഉപയോഗിക്കുക. പരനാറിക്ക് അവന്റെ സാഹചര്യം, അതിന്റെ സന്ദർഭം അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി, അവസരം കിട്ടിയത് കൊണ്ട് അവൻ പണമാകും. എത്രയേ ഉള്ളൂ. ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ പങ്കുവയ്ക്കപ്പെടേണ്ടതാണ് തുല്യമായിട്ട്. ആഗോളതലത്തിൽ തന്നെ ചില രാഷ്ട്രങ്ങളുടെ സമ്പത്തെല്ലാം കൂടെ കൊള്ള മുതലും എല്ലാം കൂടെ കൂട്ടിവെച്ചുകൊണ്ടിരിക്കുകയാണ് അവർ മണക്കാര്. അല്ലാത്ത രാഷ്ട്രങ്ങളിൽ 3-4 ലോക രാജ്യങ്ങളെ പോലുള്ള രാജ്യങ്ങളിലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പട്ടണിക്കാര്. ലോകത്തിന്റെ സമ്പത്ത് മുഴുവനും തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടത്. അതാണ് ഭൂമിയുടെ ശാസ്ത്രം. അതാണ് തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടേണ്ടത്. അത് ചിലർ കുന്നുകൂട്ടുന്നു, അങ്ങനെ വയ്ക്കുന്നു. അതുപോലെ തന്നെയാണ് ഒരു സംസ്ഥാനത്തും ചിലർ കുന്നുകൂട്ടി വയ്ക്കുന്നു, എന്നിട്ട് പാവപ്പെട്ടവരെ അവഗണിക്കുന്നു. അതിൽ ജോലി ചെയ്തല്ലേ ജീവിക്കുന്നത്. നിങ്ങളുടെ അധ്യാപക വൃത്തി പോലെ മാന്യതയുള്ളതാണ് അതിൽ ചെയ്യുന്ന കൂലിപ്പണിയും.
അത്രയും പോലും വിവരമില്ലാത്ത വിവരദോഷികളെയൊക്കെ അധ്യാപകരായിട്ട് കയറ്റി വയ്ക്കുന്നത് എങ്ങനെയാണ്? ഏത് സ്ഥാപനമാണ് അവരെ അധ്യാപകരായിട്ട് മാറ്റി വയ്ക്കുന്നത്? ആദ്യം ഈ പറയുന്ന വിവരമെന്ന് പറയുന്ന സാധനം വേണ്ടേ? വിവരമെന്ന് പറഞ്ഞാൽ പോരാ, അധ്യാപകന് വിവരം വേണം പെരുമാറ്റത്തിൽ. ഉണ്ടായിട്ടില്ല. വൃത്തിയില്ലാത്ത അധ്യാപക വൃത്തിയല്ല, അധ്യാപക വൃത്തികേടാണ് അവൻ ചെയ്തത്. ഒരു സംശയവുമില്ല, എവിടെയും പറയാം ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇത് സത്യമാണെങ്കിൽ. അപ്പൊ ഇത് ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആജീവനാന്തരം ജയിലിൽ കിടക്കാനിടയാകണം ഈ അധ്യാപകർ സംഗീത നമ്പ്യാരും എ ടി റാമും എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള സംശയവുമില്ല. ഇനി ഒരു ഇത്തരം ഒരു നിതിൻ രാജ് നമുക്ക് മുമ്പിൽ ഇനി ഉണ്ടാവരുത്, ബലിയാടാവരുത്. നമ്മളിത് നേരത്തെ അറിഞ്ഞിട്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഇതെല്ലാം അവസാന നിമിഷത്തിലാണ്. നിതിൻ രാജ് തന്നെ ഇത് അച്ഛനോട് പോലും പറഞ്ഞില്ല, സഹോദരിമാരോടാണ് പറഞ്ഞത്. അച്ഛന്റെ നെഞ്ചു വേദനിക്കുമെന്ന് പറഞ്ഞ് അവർ പറയാതിരുന്നു. പക്ഷെ അവസാനം ഇപ്പൊ എല്ലാ ദുഃഖങ്ങളും ഒരുമിച്ച് ഒരു നെഞ്ചിൽ താങ്ങേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത്. അവിടുത്തെ നിലവിളികൾ കേട്ടിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരുടെ ശ്രദ്ധ ഇത് പരമാവധി ഇവർക്ക് ശിക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മാധ്യമപ്രവർത്തനം, അതാണ് ഗൗരവമേറിയ മാധ്യമപ്രവർത്തനം. അതെ അതെ. അപ്പോ സാർ പറഞ്ഞതുപോലെ നമ്മുടെയൊക്കെ നെഞ്ചു പൊട്ടുന്ന കാഴ്ചയായിരുന്നു ആ പിതാവിന്റെ കരച്ചിൽ. നമുക്ക് മറക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദി.